ഹലോ നമസ്കാരം കൂട്ടുകാരെ. നമ്മളിപ്പോൾ യൂണിവേഴ്സിറ്റി എൽ ജി എസിന് ആവശ്യമായിട്ടുള്ള സിലബസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ് ആണ് പഠിച്ചു പോകുന്നത്. അതിൽ ഇന്ന് പഠിക്കാനായിട്ട് പോകുന്നത് അഞ്ചാമത്തെ മൊഡ്യൂളിലെ ഒരു ക്ലാസ് ആണ്. അഞ്ചാമത്തെ മൊഡ്യൂളിൽ എന്താണ്? കേരളത്തിൻ്റെ അടിസ്ഥാന വിവരങ്ങൾ അല്ലേ. അപ്പം നമ്മൾ ഇതുവരെ ചോദിച്ചിട്ടുള്ള കേരളവുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ്, കൺഫ്യൂസിങ് ഫാക്ട്സ്, അതുപോലെ വന്യജീവി സങ്കേതങ്ങൾ, ദേശീയോദ്യാനങ്ങൾ, അതുപോലെ അണക്കെട്ടുകൾ, ഇവയെക്കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിക്കാനായിട്ട് പോകുന്നത്. വളരെ ശ്രദ്ധിച്ചിരുന്ന് പഠിക്കാനായിട്ട് ശ്രമിക്കുക. ഇവിടെ നിങ്ങൾക്ക് 5 മാർക്ക് എന്ന് പറയുന്ന ഒരു ഏരിയ, ആകെ ചെറിയൊരു ഏരിയ ആണ്. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം. നോക്കാം. പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി 2695 മീറ്റർ. 2695 മീറ്റർ. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. ആനമുടി സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി. മൂന്നാർ പഞ്ചായത്ത്, ദേവികുളം താലൂക്ക്. മൂന്നാർ പഞ്ചായത്ത്, ദേവികുളം താലൂക്ക്. തീരപ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാന റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളാണ് ഇൽമനൈറ്റ്, മോണോസൈറ്റ് എന്നിവ. കേരളത്തിന്റെ തീരപ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാന റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളാണ് ഇൽമനൈറ്റ്, മോണോസൈറ്റ് എന്നിവ. വടക്ക് കിഴക്കൻ മൺസൂണിന് കേരളത്തിൽ അറിയപ്പെടുന്ന പേര് തുലാവർഷം. വടക്ക് കിഴക്കൻ മൺസൂണിന് കേരളത്തിൽ അറിയപ്പെടുന്ന പേര് തുലാവർഷം. കേരളത്തിൽ റിസർവ് വനം കൂടുതലുള്ള ജില്ല ഏതാണ്? പത്തനംതിട്ടയാണ്. കേരളത്തിൽ റിസർവ് വനം കൂടുതലുള്ള ജില്ല പത്തനംതിട്ട. കേരളത്തിൽ റിസർവ് വനം കുറവുള്ള ജില്ല ആലപ്പുഴ. കേരളത്തിൽ റിസർവ് വനം കുറവുള്ള ജില്ല ആലപ്പുഴ. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പീച്ചിയിലാണ്. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? പീച്ചി, തൃശ്ശൂർ. കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് കോട്ടയം. കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോട്ടയത്താണ്. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്നത് വഴുതക്കാട്, തിരുവനന്തപുരം. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വഴുതക്കാട്, തിരുവനന്തപുരം. ഇതൊക്കെ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. ഇതെല്ലാം PYQ ആണ്. ഓക്കെ, ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി 2695 മീറ്റർ. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ആനമുടി. ആനമുടി സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കിയാണ്. മൂന്നാർ പഞ്ചായത്ത്, ദേവികുളം താലൂക്ക്. തീരപ്രദേശത്ത് കാണപ്പെടുന്ന പ്രധാന റേഡിയോ ആക്റ്റീവ് പദാർത്ഥങ്ങളാണ് ഇൽമനൈറ്റ്, മോണോസൈറ്റ് എന്നിവ. വടക്ക് കിഴക്കൻ മൺസൂണിന് കേരളത്തിൽ അറിയപ്പെടുന്ന പേര് തുലാവർഷം. കേരളത്തിൽ റിസർവ് വനം കൂടുതലുള്ള ജില്ലയാണ് പത്തനംതിട്ട. കേരളത്തിൽ റിസർവ് വനം കുറവുള്ള ജില്ല ആലപ്പുഴ. കേരള ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത് പീച്ചി, തൃശ്ശൂർ. കേരള ഫോറസ്റ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എവിടെയാണ്? കോട്ടയം. കേരള ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെന്റ് സ്ഥിതി ചെയ്യുന്നത് വഴുതക്കാട്, തിരുവനന്തപുരം. പെരിയാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ്? ഇടുക്കി. പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ്. ചിന്നാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി. ചിന്നാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് മരക്കുന്നം ദ്വീപ്, നെയ്യാർ. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? മരക്കുന്നം ദ്വീപ്, നെയ്യാർ. കേരളത്തിലെ ഏറ്റവും അവസാനമായി രൂപം കൊണ്ട വന്യജീവി സങ്കേതമാണ് കരിമ്പുഴ. കേരളത്തിലെ ഏറ്റവും അവസാനമായി രൂപം കൊണ്ട വന്യജീവി സങ്കേതം കരിമ്പുഴ. സൈലന്റ് വാലിയെ ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ച വർഷം 1984. ഇന്ദിരാഗാന്ധിയാണ് സൈലന്റ് വാലിയെ ദേശീയ ഉദ്യാനമായി പ്രഖ്യാപിച്ചത്. 1984. വംശനാശ ഭീഷണി നേരിടുന്ന അത്യപൂർവ ഇനത്തിൽപ്പെട്ട വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമാണ് ഇരവികുളം. വംശനാശ ഭീഷണി നേരിടുന്ന അത്യപൂർവ ഇനത്തിൽപ്പെട്ട വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമാണ് ഇരവികുളം. കേരളത്തിലെ ആദ്യത്തെ പക്ഷിസങ്കേതം തട്ടേക്കാട് പക്ഷിസങ്കേതം. കേരളത്തിലെ ആദ്യത്തെ പക്ഷിസങ്കേതം തട്ടേക്കാട്. പ്രശസ്ത പക്ഷി നിരീക്ഷകനായ സലീം അലിയുടെ പേരിലുള്ള പക്ഷി സങ്കേതമാണ് തട്ടേക്കാട്. പ്രശസ്ത പക്ഷി നിരീക്ഷകനായ സലീം അലിയുടെ പേരിലുള്ള പക്ഷി സങ്കേതമാണ് തട്ടേക്കാട്. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം മംഗളവനം. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം മംഗളവനം. കേരള ഹൈക്കോടതി കെട്ടിട സമുച്ചയത്തിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതമാണ് മംഗളവനം. അപ്പോൾ ഈ മംഗളവനം എവിടെയാണ്? കേരള ഹൈക്കോടതിയുടെ കെട്ടിടത്തിന്റെ സമീപത്തായിട്ട് സ്ഥിതി ചെയ്യുന്ന നമ്മുടെ പക്ഷി സങ്കേതമാണ് മംഗളവനം.
കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷിസങ്കേതം മംഗളവനം. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷിസങ്കേതം മംഗളവനം. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദിയാണ് കുന്തിപ്പുഴ. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴ. സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി തൂതപ്പുഴ. സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി തൂതപ്പുഴ. ഓക്കെ, ഇത്രയും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാവർക്കും അറിയാമെന്ന് കരുതുന്നു. എന്നാലും ഒന്നുകൂടെ റിപ്പീറ്റ് ചെയ്യാം. നോക്കാം. പെരിയാർ വന്യജീവി സങ്കേതം ഏത് ജില്ലയിലാണ്? ഇടുക്കിയിലാണ്. ചിന്നാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി. കേരളത്തിലെ ഏക ലയൺ സഫാരി പാർക്ക് സ്ഥിതി ചെയ്യുന്നത് മരക്കുന്നം ദ്വീപ്, നെയ്യാർ. കേരളത്തിലെ ഏറ്റവും അവസാനമായി രൂപം കൊണ്ട വന്യജീവി സങ്കേതം കരിമ്പുഴ. സൈലന്റ് വാലി ദേശീയോദ്യാനമായി പ്രഖ്യാപിച്ചത് 1984 ഇന്ദിരാഗാന്ധിയാണ്. വംശനാശ ഭീഷണി നേരിടുന്ന അത്യപൂർവ ഇനത്തിൽപ്പെട്ട വരയാടുകളുടെ സംരക്ഷണ കേന്ദ്രമാണ് ഇരവികുളം. കേരളത്തിലെ ആദ്യത്തെ പക്ഷി സങ്കേതം തട്ടേക്കാട്. പ്രശസ്ത പക്ഷി നിരീക്ഷകനായ സലീം അലിയുടെ പേരിലുള്ള പക്ഷി സങ്കേതമാണ് തട്ടേക്കാട്. കേരളത്തിലെ ഏറ്റവും ചെറിയ പക്ഷി സങ്കേതം മംഗളവനം. കേരള ഹൈക്കോടതി കെട്ടിട സമുച്ചയത്തിന് സമീപത്തായി സ്ഥിതി ചെയ്യുന്ന പക്ഷി സങ്കേതം മംഗളവനം. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം മംഗളവനം. സൈലന്റ് വാലിയിലൂടെ ഒഴുകുന്ന നദി കുന്തിപ്പുഴ. സൈലന്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി തൂതപ്പുഴ. അടുത്തതായിട്ട് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് പ്രധാനപ്പെട്ട വന്യജീവി സങ്കേതങ്ങളും അവ രൂപം കൊണ്ട വർഷവും ഏത് ജില്ലയിലാണ് എന്നുള്ളതുമാണ്. നോക്കാം. പെരിയാർ നിലവിൽ വന്നത് 1950 ഇടുക്കി ജില്ലയിലാണ് പെരിയാർ സ്ഥിതി ചെയ്യുന്നത്. പെരിയാർ വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്നത് ഇടുക്കി ജില്ലയിലാണ് 1950. നെയ്യാർ വന്യജീവി സങ്കേതം നിലവിൽ വന്നത് 1958 തിരുവനന്തപുരം. നെയ്യാർ വന്യജീവി സങ്കേതം നിലവിൽ വന്നത് 1958 തിരുവനന്തപുരം. പീച്ചി വ്യാഴാനി നിലവിൽ വന്നത് 1958 തൃശ്ശൂരാണ്. 1958 തൃശ്ശൂരാണ് പീച്ചി വ്യാഴാനി വന്യജീവി സങ്കേതം നിലവിൽ വന്നത്. അടുത്തത് വയനാട് വന്യജീവി സങ്കേതം നിലവിൽ വന്നത് 1973 വയനാട്. 1973 വയനാട്. അടുത്തത് പറമ്പിക്കുളം നിലവിൽ വന്നത് 1973 പാലക്കാട്. നോക്കൂ, ഇതെല്ലാം നിലവിൽ വന്നത് വർഷങ്ങളുടെ ഓർഡറിലാണ് കേട്ടോ നമ്മൾ എഴുതിയിരിക്കുന്നത്. എങ്ങനെയാണ്? വർഷങ്ങളുടെ ഓർഡറിലാണ്. ഓക്കെ, അടുത്തത് ഇടുക്കി വന്യജീവി സങ്കേതം നിലവിൽ വന്നത് 1976 ഇടുക്കി വന്യജീവി സങ്കേതം നിലവിൽ വന്നത് 1976 ഇടുക്കി. അടുത്തത് പേപ്പാറ വന്യജീവി സങ്കേതം നിലവിൽ വന്നത് 1983 തിരുവനന്തപുരം. 1983 തിരുവനന്തപുരം. തട്ടേക്കാട് 1983 എറണാകുളം. തട്ടേക്കാട് വന്യജീവി സങ്കേതം 1983 എറണാകുളം. കിട്ടിയോ? അപ്പൊ ഇത്രയും വർഷങ്ങളുടെ ഓർഡറിൽ കിട്ടിയില്ലേ? അടുത്ത് നോക്കാം. അതിന് മുമ്പ് ഇതൊന്ന് റിവൈസ് ചെയ്യാണ്. പെരിയാർ വന്യജീവി സങ്കേതം 1950 ഇടുക്കി. നെയ്യാർ വന്യജീവി സങ്കേതം 1958 തിരുവനന്തപുരം. പീച്ചി വാഴാനി 1958 തൃശ്ശൂർ. വയനാട് 1973 വയനാട്. പറമ്പിക്കുളം 1973 പാലക്കാട്. ഇടുക്കി 1976 ഇടുക്കി. പേപ്പാറ 1983 തിരുവനന്തപുരം. തട്ടേക്കാട് 1983 എറണാകുളം. ഓക്കെ, അപ്പൊ ഇത്രയും കിട്ടിയില്ലേ? അടുത്തത് 1984 വന്യജീവി സങ്കേതങ്ങളാണ്. ഓക്കെ, ഒന്ന് ചിന്നാറാണ്. ചിന്നാർ വന്യജീവി സങ്കേതം ഏതാണ്? 1984 ഇടുക്കിയാണ്. 1984 ഇടുക്കി. അതുപോലെ ചിമ്മിനി, ആറളം എന്നീ വന്യജീവി സങ്കേതങ്ങളും ഏത് വർഷമാണ്? 1984 ചിമ്മിനി 1984 തൃശ്ശൂർ ജില്ലയിലാണ് നിലവിൽ വന്നത്. 1984 തൃശ്ശൂർ. ചിമ്മിനി 1984 തൃശ്ശൂർ. ആറളം 1984 കണ്ണൂർ. 1984 കണ്ണൂർ ജില്ലയിലാണ് ആറളം വന്യജീവി സങ്കേതം നിലവിൽ വന്നത്. അടുത്തത് ചെന്തുരുണി വന്യജീവി സങ്കേതം കൊല്ലം. 1984 തന്നെയാണ്. അപ്പൊ 1984 എത്ര വന്യജീവി സങ്കേതങ്ങളാണ് നിലവിൽ വന്നത്? 4 വന്യജീവി സങ്കേതങ്ങളാണ്. ഏതൊക്കെയാണ്? ചിന്നാർ, ചിമ്മിനി, ആറളം, ചെന്തുരുണി എന്നീ വന്യജീവി സങ്കേതങ്ങൾ നിലവിൽ വന്നത് 1984 ഏതൊക്കെ ജില്ലകളിലാണ് എന്ന് നോക്കാം. ചിന്നാർ എവിടെയാണ്? ചിന്നാർ ഇടുക്കിയാണ്. ചിമ്മിനി തൃശ്ശൂരാണ്. ആറളം കണ്ണൂരാണ്. ചെന്തുരുണി കൊല്ലത്താണ്. കൊല്ലം.
ഓക്കെ, ക്ലിയർ അല്ലേ? അടുത്തത് മംഗളവനം. മംഗളവനം 2004 എറണാകുളം. മംഗളവനം 2004 എറണാകുളം. കുറിഞ്ഞിമല 2006 ഇടുക്കി. കുറിഞ്ഞിമല 2006 ഇടുക്കി. ചൂലന്നൂർ 2007 പാലക്കാട്. ചൂലന്നൂർ മയിൽ സങ്കേതമാണ്. 2007 പാലക്കാട്. മലബാർ 2010 കോഴിക്കോട്. ഇതിൽ എഴുതിയത് മിസ്റ്റേക്ക് ഉണ്ട്. 2010 കോഴിക്കോട് മലബാർ വന്യജീവി സങ്കേതം നിലവിൽ വന്നു. കൊട്ടിയൂർ വന്യജീവി സങ്കേതം 2011 കണ്ണൂർ. കൊട്ടിയൂർ 2011 കണ്ണൂർ. അടുത്തത് കരിമ്പുഴ വന്യജീവി സങ്കേതം 2019 മലപ്പുറം. 2019 മലപ്പുറം ജില്ലയിലാണ് കരിമ്പുഴ വന്യജീവി സങ്കേതം നിലവിൽ വന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആയോ? ഒന്നുകൂടെ നോക്കാം. ചിന്നാർ, ചിമ്മിനി, ആറളം, ശെന്തുരുണി. ചിന്നാർ, ചിമ്മിനി, ആറളം, ശെന്തുരുണി എന്നീ വന്യജീവി സങ്കേതങ്ങൾ 1984 നിലവിൽ വന്നത്. ചിന്നാർ ഇടുക്കി, ചിമ്മിനി തൃശ്ശൂർ, ആറളം കണ്ണൂർ, ശെന്തുരുണി കൊല്ലം. മംഗളവനം 2004 എറണാകുളം. കുറിഞ്ഞിമല 2006 ഇടുക്കി. ചൂലന്നൂർ 2007 പാലക്കാട്. മലബാർ 2010 കോഴിക്കോട്. കൊട്ടിയൂർ 2011 കണ്ണൂർ. കരിമ്പുഴ 2019 മലപ്പുറം. ഓക്കെ, ഇത്രയും ഭാഗം ക്ലിയർ ആയോ? അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നത് കേരളത്തിലെ ദേശീയോദ്യാനങ്ങൾ ഏതൊക്കെ ജില്ലയിലാണ് നിലവിലുള്ളത്, ഏത് വർഷമാണ് രൂപം കൊണ്ടത് എന്നൊക്കെ നോക്കാം. PSCയുടെ കണക്ക് പ്രകാരം ദേശീയോദ്യാനങ്ങൾ എത്ര എണ്ണമാണ്? 5 എണ്ണമാണ് അല്ലേ? 5 എണ്ണം. നോക്കാം. ഇരവികുളം ജില്ല ഇടുക്കിയാണ്. ഇരവികുളം സ്ഥിതി ചെയ്യുന്ന ജില്ല ഇടുക്കി. നിലവിൽ വന്നത് 1978. ഇരവികുളം ദേശീയോദ്യാനം നിലവിൽ വന്നത് ഇടുക്കി ജില്ലയിലാണ് 1978. അടുത്തത് സൈലന്റ് വാലി പാലക്കാട് ജില്ലയിലാണ് നിലവിൽ വന്നത്. പാലക്കാട് ജില്ലയിലാണ് സ്ഥിതി ചെയ്യുന്നത്. 1984 സൈലന്റ് വാലി ദേശീയോദ്യാനം നിലവിൽ വന്നത്. അടുത്തത് ആനമുടിച്ചോല ഇടുക്കി 2003. ആനമുടിച്ചോല ഇടുക്കി 2003. മതികെട്ടാൻചോല ഇടുക്കി 2003. പാമ്പാടുംചോല ഇടുക്കി 2003. അപ്പോൾ 2003 3 ദേശീയോദ്യാനങ്ങൾ നിലവിൽ വന്നു. ഒരേ ജില്ലയിൽ തന്നെയാണ് നിലവിൽ വന്നത്. ഏത് ജില്ലയിലാണ്? ഇടുക്കിയിലാണ്. അപ്പോൾ ഇടുക്കിയിൽ മൊത്തം എത്ര ദേശീയോദ്യാനങ്ങളാണ് ഉള്ളത്? 4 ദേശീയോദ്യാനങ്ങളുണ്ട് അല്ലേ? ആദ്യമായിട്ട് രൂപം കൊണ്ട ഇടുക്കിയിലെ ഇരവികുളം ദേശീയോദ്യാനം 1978. പിന്നീട് രൂപം കൊണ്ട 2003 രൂപം കൊണ്ട ആനമുടിച്ചോല, മതികൊട്ടാൻചോല, പാമ്പാടുംചോല എന്നിവ ചേർത്ത് 4 ദേശീയോദ്യാനങ്ങളാണ് ഇടുക്കി ജില്ലയിലുള്ളത്. സൈലന്റ് വാലി എവിടെയാണ്? പാലക്കാടാണെന്ന് പറഞ്ഞു അല്ലേ? 1984. ക്ലിയർ ആയോ? ഒന്നുകൂടെ നോക്കാം. ഇരവികുളം 1978 ഇടുക്കി. സൈലന്റ് വാലി 1984 പാലക്കാട്. ആനമുടിച്ചോല 2003 ഇടുക്കി. മതികെട്ടാൻചോല 2003 ഇടുക്കി. പാമ്പാടുംചോല 2003 ഇടുക്കി. ക്ലിയർ അല്ലേ? അടുത്തത് കേരളത്തിലെ പക്ഷി സങ്കേതങ്ങളെ കുറിച്ചാണ് നോക്കുന്നത്. കേരളത്തിലെ പക്ഷി സങ്കേതങ്ങൾ തട്ടേക്കാട് എറണാകുളം. മംഗളവനം എറണാകുളം. കുമരകം പക്ഷി സങ്കേതം എവിടെയാണ്? കോട്ടയത്താണ്. അരിപ്പ പക്ഷി സങ്കേതം തിരുവനന്തപുരം. കടലുണ്ടി മലപ്പുറം. ചൂളന്നൂർ പാലക്കാട്. അപ്പോൾ കേരളത്തിലെ പക്ഷി സങ്കേതങ്ങൾ ഏതെല്ലാമാണ്? തട്ടേക്കാട് എറണാകുളം, മംഗളവനം എറണാകുളം, കുമരകം കോട്ടയം, അരിപ്പ തിരുവനന്തപുരം, കടലുണ്ടി മലപ്പുറം, ചൂലന്നൂർ പാലക്കാട്. ഓക്കെ, ഇത്ര സിമ്പിൾ ആയിട്ട് കഴിഞ്ഞു അല്ലേ? ഓക്കെ, അടുത്തത് നോക്കാം. അടുത്തത് കേരളത്തിലെ പ്രധാനപ്പെട്ട നദികളും അവയുടെ നീളമൊക്കെയാണ് നോക്കുന്നത്. നമുക്കറിയാം കേരളത്തിൽ 44 നദികളാണുള്ളത്. അതിൽ 41 നദികൾ എവിടേക്കാണ്? പടിഞ്ഞാറോട്ടും 3 നദികൾ കിഴക്കോട്ടുമാണ് പോകുന്നത്. കിഴക്കോട്ട് പോകുന്ന നദികൾ ഏതെല്ലാമാണ്? കബനി, ഭവാനി, പാമ്പാർ എന്നിവയാണ് അല്ലേ? അപ്പോൾ 41 നദികൾ പടിഞ്ഞാറോട്ട് ഒഴുകുന്നുണ്ട്. അതിലെ ഏറ്റവും വലിയ നദിയാണ് പെരിയാർ. പെരിയാറിൻ്റെ നീളം എത്രയാണ്? 244 കിലോമീറ്റർ ആണ്. പെരിയാർ 244 കിലോമീറ്റർ. അടുത്തത് ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? ഭാരതപ്പുഴയാണ്. ഭാരതപ്പുഴ 209 കിലോമീറ്റർ ഒഴുകുന്നു. പമ്പ 176 കിലോമീറ്റർ ഒഴുകുന്നു. ചാലിയാർ 169 കിലോമീറ്റർ ഒഴുകുന്നു. ചാലക്കുടി പുഴ 145.5 കിലോമീറ്റർ ഒഴുകുന്നു. അടുത്തത് ചന്ദ്രഗിരിപ്പുഴ 105 കിലോമീറ്റർ ഒഴുകുന്നു. അപ്പോൾ നോക്കാം, നമ്മളെ പ്രധാനപ്പെട്ട കുറച്ച് 5-6 നദികളാണ് എടുത്തിരിക്കുന്നത്. അതിൻ്റെ
കിലോമീറ്റർ, എത്ര നീളം ഒഴുകുന്നു എന്നുള്ളത് നമ്മൾ പഠിച്ചിരിക്കേണ്ടതായിട്ടുണ്ട്. നോക്കാം. പെരിയാർ 244 കിലോമീറ്റർ, ഭാരതപ്പുഴ 209 കിലോമീറ്റർ, പമ്പ 176 കിലോമീറ്റർ, ചാലിയാർ 169 കിലോമീറ്റർ, ചാലക്കുടി പുഴ 145 കിലോമീറ്റർ, 145.5 കിലോമീറ്റർ ആണ് ചാലക്കുടി പുഴ. ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. ചന്ദ്രഗിരി പുഴ 105 കിലോമീറ്റർ. അപ്പോൾ ഈ കിലോമീറ്റേഴ്സ് ഓർത്തിരിക്കുക. അടുത്തത് കേരളത്തിലെ പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടങ്ങളാണ് കേട്ടോ. വെള്ളച്ചാട്ടങ്ങൾ നോക്കാം. തുഷാരഗിരി കോഴിക്കോട്. തുഷാരഗിരി എവിടെയാണ്? കോഴിക്കോട്. പാലരുവി കൊല്ലം. പെരുന്തേനരുവി പത്തനംതിട്ട. പെരുന്തേനരുവി തേനാണെങ്കിൽ എന്താണ്? പത്തനംതിട്ട. പാലാണെങ്കിൽ കൊല്ലം. പാലരുവി കൊല്ലം. പെരുന്തേനരുവി പത്തനംതിട്ട. മാടത്തരുവി പത്തനംതിട്ട. അതിരപ്പള്ളി എവിടെയാണ്? തൃശ്ശൂർ. വാഴച്ചാൽ തൃശ്ശൂർ. തൂവാനം ഇടുക്കി. തൊമ്മൻകുത്ത് ഇടുക്കി. തൂവാനം തൊമ്മൻകുത്ത് ഇടുക്കിയിലാണ്. മീൻമുട്ടി തിരുവനന്തപുരം. മങ്കയം തിരുവനന്തപുരം. മീൻമുട്ടി 2 സ്ഥലത്ത് വരുന്നുണ്ട്. അപ്പം മീൻമുട്ടി മങ്കയം തിരുവനന്തപുരം. അടുത്തൊരു മീൻമുട്ടിയുണ്ട്, അത് വയനാടാണ്. മീൻമുട്ടി വയനാട്. സൂചിപ്പാറ വയനാട്. ചെതലയം വയനാട്. മീൻമുട്ടി, സൂചിപ്പാറ, ചെതലയം വയനാട്. ധോണി പാലക്കാട്. അപ്പം പ്രധാനപ്പെട്ട വെള്ളച്ചാട്ടങ്ങൾ ഒന്നുകൂടെ നോക്കാം. തുഷാരഗിരി കോഴിക്കോട്, പാലരുവി കൊല്ലം, പെരുന്തേനരുവി മാടത്തരുവി പത്തനംതിട്ട, അതിരപ്പള്ളി വാഴച്ചാൽ തൃശ്ശൂർ, തൂവാനം തൊമ്മൻകുത്ത് ഇടുക്കി, മീൻമുട്ടി മങ്കയം തിരുവനന്തപുരം, മീൻമുട്ടി സൂചിപ്പാറ ചെതലയം വയനാട്, ധോണി പാലക്കാട്. ഓക്കെ, ക്ലിയർ ആയോ? വുമായി ബന്ധപ്പെട്ട കുറച്ച് വസ്തുതകളാണ് നമ്മളിന്ന് പഠിച്ചത്. അപ്പോൾ കൂടുതൽ ക്ലാസ്സുകളുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക്